അങ്ങനെ ഒരുപാട് മഹാന്മാർ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എങ്ങനെയുണ്ട്? പിൽക്കാലത്ത് വഫാത്തായ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ അഹ്മദ് ബിൻ ഹംബലെ കണ്ടോ? വഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന. അഹ്ലുസുന്നത്തിന്റെ ആളുകൾക്ക് കൈപിടിച്ചു കയറ്റാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം രാത്രി കിടക്കുകയാണ്, സന്തോഷകരമായ ഒരു സ്വപ്നം, മനോഹരമായ ഒരു ഭവനം, അതിന്റെ ഉള്ളിലേക്ക് എന്നെ ആനയിക്കപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയും മനോഹരമായ ഈ ഭവനം ആർക്കുള്ളതാണ്? നോക്കിയപ്പോൾ അവിടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഫീ യമീനിഹി അബൂബക്കർ സിദ്ദീഖ് വശിമാലിഹി ഉമർ ബിൻ ഖത്താബ്. അങ്ങനെ ഞാൻ എല്ലാവരെയും കണ്ടു, എവിടെ ഇരിക്കണമെന്ന് ആശങ്കപ്പെട്ടു. അപ്പോഴേക്ക് എന്നെ പിടിച്ചവിടെ ഇരുത്തി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ അതാ വരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും. അത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുള്ള ഭവനമായിരുന്നു. ഇതുപോലെ കണ്ട ഒരുപാട് ആളുകൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഓ ഉമറേ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഗേഹം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഫസകർതു ഖിറതക യാ ഉമർ. നിങ്ങളുടെ ആ പ്രൗഢിയുള്ള ഭാവം ഞാൻ അങ്ങോർത്തു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നില്ല. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചോദ്യം, അതെയോ അലൈക യാ റസൂലല്ലാഹ്, എനിക്ക് തങ്ങൾ കടന്നാൽ അതിൽ വല്ല പന്തികേടുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലല്ലോ തങ്ങളെ, പിന്നെ എന്തേ ഒന്ന് കടന്നുകൂടായിരുന്നോ? ഓ ബിലാൽ ഇബ്നു അബൂ ഹുറൈറ, നിങ്ങളുടെ വീട് ഞാൻ സ്വർഗത്തിൽ കണ്ടല്ലോ, എത്ര മനോഹരമാണ്, അവിടെ കാവൽ നിൽക്കുന്ന നിന്റെ കൂട്ടുകാരി എത്ര സുന്ദരിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, ഇത്രയും നല്ല സ്വർഗത്തിന് നിന്നെ പ്രേരിപ്പിച്ച, നിനക്ക് കാരണമാക്കിയ കർമ്മം എന്താണ്? ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എപ്പോൾ ഞാൻ ഉളു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്, അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല. ഇതുപോലെ 100 അല്ല, 1000കണക്കിന് ഇമാമിങ്ങൾ അവരുടെ സ്വർഗീയ ആരാമങ്ങളെ അവർ കണ്ടതും പിന്നീട് അവരെ സജ്ജനങ്ങളായ ആളുകൾ കണ്ടതുമായ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് അങ്ങനെ കാണിക്കപ്പെടും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറൂ ബിൽ ജന്ന. വിശ്വാസിയായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മാലാഖമാർ വർഷമായി ഇറങ്ങും. ഇറങ്ങിയിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു, പേടിക്കണ്ട, വിഷമിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്, നിങ്ങൾ ദുഃഖിക്കണ്ട, ദുനിയാവിൽ മക്കളും കുട്ടികളും കുടുംബക്കാരും ഒക്കെ പോട്ടെ, നമ്മൾ സ്വർഗത്തിലേക്കല്ലേ എന്ന് പറയാൻ മലായിക്കത്ത് ഇറങ്ങും എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അത്തരമുള്ള സ്വർഗം കാത്തിരിക്കുന്നു. അതാണ് ഖുർആൻ പറയുന്നത്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് هذا ما توعدون لكل أواب حفيظ. هذا ഈ സ്വർഗമുണ്ടല്ലോ, ഇതെന്താണെന്നറിയോ? മാ തുഅദൂന, നിങ്ങൾക്ക് മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ട സ്വർഗ്ഗം ഇത്. ആർക്ക് വേണ്ടി? ലികുല്ലി അവ്വാബിൻ ഹഫീദ്. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ച് മര്യാദക്ക് ജീവിച്ചവർക്കുള്ളതാ. ചില ആളുകളുണ്ട്, ദുനിയാവിൽ എനിക്ക് വേണ്ടതൊക്കെ ചെയ്യണം മുസ്ലിയാരെ, സ്വർഗ്ഗ ആഖിറത്തിൽ അങ്ങ് കിട്ടുകയും വേണം. ആ പൂതി വെച്ച് ജീവിക്കണ്ട. ഞാൻ എന്തുവിടെ കാണിക്കും? ആചാരാണ്, മൊയിലാരാണ്, മുതലാളിയാണ്, എല്ലാം ആണ്. ഞാനിവിടെ കാണിക്കേണ്ടതൊക്കെ കാണിക്കും. എത്ര മുസ്ലിംമാരും പറഞ്ഞാലും ഞാൻ എന്റെ മോളുടെ കല്യാണത്തിന് ഇനിയും ഇവിടെ വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. എങ്ങനെ ഈമാനും ഖുർആനും ഉൾക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് പലിശ വാങ്ങാൻ പറ്റും? ഈമാനിന്റെ ജ്വാല അല്പമെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നരകത്തിലേക്ക് വലിച്ചുകൂട്ടുന്ന പലിശയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഇതൊക്കെ റമദാൻ പ്രഭാഷണം കഴിഞ്ഞ് പൊടിയും തട്ടി കസേരയുടെ വാടകയും കൊടുത്ത് പോയാൽ പോരാ. അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുമ്പോഴേ ഇതുകൊണ്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും നേരം നല്ല നിലക്കൊരു മജ്ലിസിൽ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്നു, അതൊരു ഇബാദത്താണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്നാൽ ഇതിന്റെ പ്രത്യുൽപാദനപരമായി നമുക്ക് ലഭിക്കേണ്ടത്, ഇതിന്റെ റിസൾട്ടായി നമുക്ക് ലഭിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടെങ്കിലേ ഈ പരാവർത്തനങ്ങൾക്കൊക്കെ കാര്യമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഇസ്ലാമിക നിഷ്ഠയിൽ ചിട്ടപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി നമ്മുടെ ഈ ക്ലാസ് മാറണം. അള്ളാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് പലിശയിൽ പെട്ടുപോയവർ അള്ളാഹു എത്രയും പെട്ടെന്ന് അവരെ സലാമത്താക്കട്ടെ. ഇനി മടങ്ങരുത്. മറ്റരുതായ്മകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തവർ ഇനിയെങ്കിലും ഇസ്ലാമിക നിഷ്ഠയിൽ പോകണം.
അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും. നമ്മുടെ മകളുടെ കല്യാണത്തിന് ഹലാലായ കാര്യങ്ങൾ കൊണ്ട് മാത്രം നടത്തൂ. അല്ലാഹു ആ മകളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യും, അനുഗ്രഹം ചെയ്യും. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിക വൈജ്ഞാനിക ചക്രവർത്തിയുടെ അഗ്രേസര പണ്ഡിത ശ്രേഷ്ഠനാണ്. മഹാനവർക്ക് എന്തൊക്കെ ചെയ്യാം, അത്രയ്ക്ക് സപ്പോർട്ട് എവിടുന്നും കിട്ടും. പക്ഷേ അവിഹിതമായ ഒരു സ്വത്തും വാങ്ങിയില്ല. അരമനയുടെ അകത്തളത്തിൽ മകൾ ഇരിക്കുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മുവത്ത എന്ന് പറയുന്ന കിതാബ് ഓതിക്കൊടുക്കുമ്പോൾ മകൾ ഫാത്തിമ കസേരയുടെ പിന്നിൽ, മറയുടെ പിന്നിൽ ഇരുന്ന് കേട്ടു പഠിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. ഫാത്തിമ എന്ന മോള് പിന്നീടും ആവർത്തിച്ച് വാപ്പാന്റെ കിതാബ് കേൾക്കുകയാണ്. എന്നിട്ട് ഏതുവരെ എത്തിയെന്നറിയുമോ ആ പാണ്ഡിത്യം? മാലിക് ഇമാം തങ്ങളുടെ മുമ്പിൽ വലിയ വലിയ പണ്ഡിതന്മാർ വന്നിരുന്ന് പരിശുദ്ധമായ മുവത്ത എന്ന കിതാബ് ഓതുമ്പോ എവിടെങ്കിലും പിഴവ് പറ്റിയാൽ മകളിങ്ങനെ തട്ടും, വാപ്പാടെ പിന്നിലുള്ള സ്ക്രീനിൽ തട്ടും. അപ്പൊ വാപ്പക്ക് മനസ്സിലാവും ഇവിടെ കുട്ടികൾ ആരോ വായിച്ച ഹദീസിൽ തെറ്റുപറ്റിപ്പോയി എന്ന്. ഉടനെ അവരോട് പറയും ഒന്നുകൂടി വായിച്ചേ. അപ്പോൾ അവർക്ക് കറക്റ്റ് ചെയ്തു കൊടുക്കും. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായി മകളെ വളർത്തി മാതൃക കാണിച്ചു തന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതുപോലെ എല്ലാ ഇമാമുകളും അവരവരുടെ കുടുംബജീവിതത്തിൽ മാതൃകയുടെ ഉദാഹരണങ്ങളെ സ്ഥാപിച്ചു തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് നമ്മൾ പണത്തിന്റെ പേരിൽ നമ്മുടെ മക്കൾ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഒരു MBA ഒരു MCA അങ്ങനെ മാത്രം ചിന്തിച്ചിട്ട് അവരുടെ മതവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന രക്ഷിതാക്കളെ നിങ്ങൾ എവിടത്തേക്ക് വേണ്ടിയായി ഉണ്ടാക്കുന്നത്? ഇതിനപ്പുറം ലോകങ്ങൾ മനസ്സിലില്ലേ? അതാ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കുമെല്ലാം മര്യാദക്ക് ജീവിച്ചാൽ തരാമെന്ന് നമ്മൾ മുന്നറിയിപ്പ് നൽകിയതാണിത്. അല്ലാഹുവിലേക്ക് കൂടുതൽ മടങ്ങുന്നവർക്ക്, അള്ളാഹുവിന്റെ ശരീഅത്തിനെയും അവന്റെ നിയമങ്ങളെയും പാലിക്കുന്ന ആളുകൾക്ക്. എന്നിട്ട് അല്ലാഹു തആല പറയാ, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിനെ ഏകാന്തമായി ഭയന്നവർക്ക്. അല്ലാഹുവിനെ ഏകാന്തമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ തഖ്വ കാണിച്ച ആളല്ല, ജനങ്ങളുടെ മുമ്പിൽ വലിയ മുത്തവയായി നിന്ന ആളല്ല. സ്വന്തം അരമനയിലേക്ക് ചെന്നപ്പോൾ, സ്വന്തം കുടുംബത്തെ നയിച്ചപ്പോൾ, സ്വന്തം കച്ചവടം നടത്തിയപ്പോൾ, വേറെ ആരും കാണാനില്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അയാൾ അള്ളാനെ ഓർത്തു. എന്റെ വീട്ടിലെ ഭരണാധികാരി ഞാൻ തന്നെ, അപ്പൊ ഞാൻ എന്റെ മക്കളെ ദീനീ ചിട്ടയിൽ കൊണ്ടുവന്നു. എന്റെ കച്ചവട സ്ഥാപനത്തിൽ തട്ടിപ്പ് പാടില്ല, വെട്ടിപ്പ് പാടില്ല, പലിശ പാടില്ല, തീരുമാനിക്കേണ്ടത് ഞാനാ. അവിടെ തീരുമാനിച്ചു ഹറാമുകൾ ചെയ്യില്ല എന്ന്. സ്വന്തം ജീവിതത്തിൽ തീരുമാനിച്ചു തെറ്റ് ചെയ്യില്ല എന്ന്. സമൂഹത്തിന്റെ ഇടയിൽ സിദ്ധാന്തം പറയാൻ എല്ലാവരും ഉണ്ടാവും. അവിടല്ല, സ്വകാര്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സ്വകാര്യ ഇടപാടുകളിലും പാലിക്കേണ്ടതുപോലെ നിയമത്തെ പാലിച്ച ആളുകൾ. അതാണ് ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. ഇനി ആ പ്രയോഗത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, മൻ ഖശിയർ റഹ്മാന, കാരുണ്യവാനായ അള്ളാഹുവിനെ പേടിക്കുന്നവൻ. അതിന് ചെറിയ ഈമാനൊന്നും പോരാ. ഖഹാറായ അള്ളാഹിനെ പേടിക്കുക, നിന്നെ നിലക്ക് നിർത്തുന്ന പടച്ചവനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഇവിടെ അങ്ങനല്ല. നിനക്ക് കരുണ ചെയ്തു തരുന്ന അള്ളാഹുവിനെ, അവന്റെ നിയമങ്ങളെ ഭയക്കുന്നവൻ. അപ്പൊ എത്ര ഈമാൻ ഉണ്ടാവണം? അതാണ് ഖുർആൻ പറയുന്നത്, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. അള്ളാഹുവിലേക്ക് വഴിപ്പെടുന്ന മനസ്സുമായി, ആരാധനാ വ്യാപൃതനായി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകൾക്കുള്ളതാണ്. എന്നാൽ നാളെ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹ് ഹറാമാക്കിയതിനെ പാലിച്ചു, ഹലാലാക്കിയതിനെ എടുത്തു, നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചു. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു തആല പറയും, ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. ശാന്തിയോടെ സന്തോഷത്തോടെ ഈ വീട്ടിലേക്ക് കടന്നോ, സ്വർഗത്തിലേക്ക്. ദാലിക യൗമുൽ ഖുലൂദ്. ഇത് നിങ്ങളുടെ താൽക്കാലികമായ വീടല്ല, നിങ്ങളുടെ സിംഗപ്പൂർ പ്ലാസയല്ല. അത് നാളെ പോവും, അതിന്റെ മുതലാളിയും പോവും. ഇവിടെ എത്ര വലിയ ടവറുകൾ പണിഞ്ഞാലും പോവും.
എല്ലാവരും പോകും. അങ്ങനെ നിങ്ങൾ നാട്ടിലുണ്ടാക്കിയ വലിയ കൊട്ടാരങ്ങളല്ല, വലിയ ഭവനങ്ങളല്ല, വലിയ വീടുകളല്ല, അതിലേക്ക് നിങ്ങൾ കടക്കുമ്പോ നല്ല വീടായി അൽഹംദുലില്ലാ, കുറച്ചു ദിവസം കഴിയുമ്പോൾ അവിടുന്ന് ഒരു മയ്യത്ത് കെട്ടിലിറങ്ങും. എന്നിട്ട് പള്ളിക്കാട്ട് കൊണ്ട് കിടത്തിയിട്ട് പറയും, ആ വീടല്ല നിന്റെ വീട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഇവിടെ ആര്യാര കിടക്കണ്ട, ഇവിടുന്ന ഇന്നലെ വന്നത്, ഇവിടുന്ന് നാളെ പോകേണ്ടത്. അപ്പൊ ഖുർആന്റെ ശൈലി എത്ര മനോഹരമാണ്. ഈ വീട് അങ്ങനല്ല, നാളെ മയ്യത്ത് കെട്ടിൽ വരുന്ന വീടല്ല, അസ്രായീൽ പിടിക്കാൻ വരുന്ന വീടല്ല, ആളുകൾ കരയുന്ന വീടല്ല. ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. ഇഷ്ടമുള്ളതെല്ലാം ഇവിടെയുണ്ട്. ആസ്വദിക്കേണ്ട ഭവനം, അലതല്ലി രസിക്കേണ്ട ഭവനം, ഇഷ്ടമുള്ളത് മുഴുവൻ യാന്ത്രികമായി വരുന്ന ഭവനം. പിന്നെന്ത് വേണമടോ? അതുകൊണ്ട് ചെറുപ്പക്കാരെ, സ്വർഗത്തിൽ പോയി കള്ളു കുടിക്കണോ? കള്ളു കുടിക്കരുത് ഇവിടെ. സ്വർഗത്തിൽ പോയി ഓർലിങ്ങളെ കിട്ടണോ? ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കണം. ഇവിടെ മോഷണം നടത്തരുത്, ഇവിടെ പാൻ മസാലയ്ക്ക് അടിമയാകരുത്, ഇവിടെ കള്ളിന്റെ അടിമയാകരുത്, ഇവിടെ തെറ്റിന്റെ അടിമയാകരുത്. അങ്ങനെ ആയാൽ അല്ലാഹു തആല പറയുന്നു, ലഹും മാ യശാഊൻ, ഇഷ്ടമുള്ളതെല്ലാം അവിടെ ഉണ്ട് മോനെ. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയണ്ട, എല്ലാം നിനക്ക് അവിടെ ഉണ്ട്. ആ വീട് വേണോ? ഇവിടെ മര്യാദക്ക് ജീവിച്ചു കൊള്ളണം. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. വലദൈനാ മസീദ്, ചോദിക്കുന്നതിനപ്പുറം തരാൻ അധിപനായ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മോനെ, നീ നിയമം പാലിച്ച് ജീവിച്ചോ. ഇപ്പോ ചിലപ്പോ എന്താ ഈ തലക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ നടക്കുന്ന, നിങ്ങൾക്കും ഒരു പാൻസും ജീൻസും ഒക്കെ ഇട്ട് നടന്നൂടെ? ഒന്നും ആറാമായൊണ്ടൊന്നുമല്ല, വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ടുമല്ല, ഇതുകൊണ്ട് മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ. പക്ഷേ അതിന്റെ മൂല്യം 5-6 ദിവസം കഴിഞ്ഞാലേ കിട്ടൂ. അല്ലാഹു തആല നമ്മുടെ മഖബൂലിയങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ എല്ലാവരും ഭ്രാന്തമായി കറങ്ങി നടക്കുമ്പോ ആരാധനാലയത്തിൽ കയറി നിസ്കരിക്കുന്നവന് കൂലി, എല്ലാവരും കുടിച്ച് ഓണം തള്ളുമ്പോ ഇപ്പുറത്ത് കുടിക്കാതെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവൻ അവന് പ്രതിഫലം. എല്ലാവരും ചൂതാട്ടം നടത്തുമ്പോ മര്യാദക്ക് ജീവിക്കുന്നവൻ അവന് പ്രതിഫലം. എല്ലാരും കമന്റ് അടിക്കാൻ പോകുമ്പോ കമന്റ് അടിക്കാൻ പോകാതെ മര്യാദക്ക് ജീവിക്കുന്നവൻ അവന് പ്രതിഫലം. പക്ഷേ റിസൾട്ട് കിട്ടാൻ കുറച്ച് മെനക്കെടണം. ഭാഗ്യക്കുറി അടിക്കുന്ന റിസൾട്ട് നാളെ അറിയും, SLCക്ക് പഠിക്കുന്ന റിസൾട്ട് 1 കൊല്ലം കഴിഞ്ഞേ അറിയും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയുടെ റിസൾട്ടിന് അല്പം സാവധാനം വേണം. ഇത് ഗൗരവകരമായ പരീക്ഷയാണ്. ഇതിന്റെ റിസൾട്ട് ഈ പരീക്ഷ അങ്ങ് കഴിഞ്ഞാൽ വരും. പരീക്ഷ കഴിഞ്ഞിട്ടില്ല. ഭാഗ്യക്കുറിക്കാരനോ നാളെ പത്രത്തിൽ നോക്കി അറിയാൻ 10 രൂപ പോയിന്ന്. അങ്ങനല്ല ഇത് നീണ്ട ദീർഘമായ യാത്രയുടെ, ദീർഘമായ അവലോകനങ്ങളുടെ, ദീർഘമായ റിസൾട്ട് അറിയുന്ന ജീവിതമാകുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയെ നിങ്ങൾ നല്ലതുപോലെ നേരിട്ടാൽ മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്, നല്ല ഹൃദയവുമായി അല്ലാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു സ്വഭാവമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് മോഹിപ്പിച്ചങ്ങോട്ട് എത്തിച്ചാൽ നരകത്തെക്കുറിച്ച് പറഞ്ഞൊരു താക്കീത് തരും, മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി. നരകത്തെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തിയാൽ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി സ്വർഗമെന്ന് പറയും. അത് ഖുർആന്റെ ശൈലിയാണ്. അതുകൊണ്ട് താക്കീത് കൂടി പറഞ്ഞ് നമ്മുടെ ഈ സംസാരം ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ സമയമില്ല. وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص. ഖുർആൻ ചോദിക്കുക, കം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ, നിങ്ങളുടെ മുമ്പ് എത്ര സമുദായങ്ങളെയാ നമ്മൾ അമ്മാനെ വടിക്കുന്നത്. ആദ്, സമൂദ് തുടങ്ങിയുള്ള ഗോത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അസ്ഹാബുൽ ലൈക്കത്ത് വഖൗമു തുബ്ബ വഇഖ്വാനു ലൂത്ത് വഖൗമു നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം, ലൂത്ത് നബിയുടെ സമുദായം, സ്വാലിഹ് നബിയുടെ സമുദായം പറഞ്ഞില്ലേ നമ്മൾ. അവരെ എല്ലാം നിലക്ക് നിർത്തിയ നമുക്കുണ്ടോ ഈ 50-60 ഇടയിൽ കാറ്റ് പോകുന്ന നിങ്ങളെ കുഴപ്പം? ഒരു പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. 40 ആയാൽ 42 രോഗം കൊണ്ട് കിടക്കുന്ന നിങ്ങളെ പിടിക്കാൻ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അതാണ് ഖുർആനിന്റെ ശൈലി. അവര് നിങ്ങളെക്കാൾ ദാർഢ്യതയും കൺട്രോളും, നിങ്ങളെക്കാൾ വലിയ മല്ലന്മാരായിരുന്നു അവര്.
അന്ന് ഷുഗറും ഇല്ല, ഹാർട്ട് അറ്റാക്കും ഇല്ല, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ കുറെ കാലം മല്ലന്മാരായി ജീവിച്ച ആളുകൾ, നല്ല ശാരീരിക മികവും തികവും അതുപോലെ തന്നെ ആരോഗ്യവും ആയുസ്സൊക്കെ ഉള്ള ആളുകളായിരുന്നു. അവര് നാടുകൾ മാറി മാറി സഞ്ചരിച്ചു. ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക്, ഒരു പ്രദേശത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്ക് അവർ സഞ്ചരിച്ചു. അതുകൊണ്ടെങ്കിലും അവർക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ഒരു അഭയസ്ഥാനം അവർക്ക് കിട്ടിയോ? അങ്ങനെയൊക്കെ പോയിട്ടും അവര് നാട് മാറി, വീട് മാറി, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവര് പോയിട്ടും അവർക്ക് എവിടെയെങ്കിലും പോകാനോ എത്തിപ്പെടാനോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ ചോദിക്കുകയാണ്. എന്നിട്ട് അവർക്ക് കഴിഞ്ഞോ? അവർക്ക് അഭയസ്ഥാനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖാ സമഅ വഹുവ ശഹീദ്. ഇന്ന ഫീ ദാലിക ലദിക്റാ, ഞാൻ ഈ പറഞ്ഞ വഅദുകൾ മുഴുവനും, ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ പാഠങ്ങൾ മുഴുവനും ലദിക്റാ, അനുസ്മരിപ്പിക്കാനുള്ള പാഠങ്ങളാണ്. ലിമൻ കാന ലഹു ഖൽബുൻ, മനസ്സുള്ളവന്, ഖൽബുള്ളവന്, നന്നാവണമെന്ന് വിചാരിക്കുന്നവന്, ഉള്ളിൽ നിന്ന് ആത്മീയോപദേശത്തിന്റെ ഉറവയുള്ളവന്, എനിക്കത് നന്നാവണം, സ്വർഗം കിട്ടണം, നേരെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന, ആത്മീയമായി സ്വന്തം ഉപദേശം ഉൾക്കൊള്ളുന്ന ആൾ. ഔ അൽഖാ സമഅ വഹുവ ശഹീദ്, സ്വന്തമായി അങ്ങനെ ഒരു ബോധമില്ലെങ്കിലും മറ്റുള്ളവർ പറയുന്നതിനെ പരിഗണിക്കുന്ന ഒരു ബോധമെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതാ ഉണ്ട്. ഖുർആൻ പറയുകയാണ്, ഫീമാ ദുഖിറ മിൻ ഖിസ്സത്തി ഹൗലാഇൽ ഉമം വമാ ദുഖിറ ഫീ ഹാദിഹി സൂറ വമാ ഖബ്ലഹാ മിനൽ ആദാബി വൽ മവാഇദ്. ഇവിടെ പറയപ്പെട്ട എല്ലാ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ സംഭവങ്ങളുമെല്ലാം ലതദ്കിറ, അതൊരു അനുസ്മരണമാണ്, ഓർമ്മപ്പെടുത്തലാണ്. വമൗഇദത്തുൻ വഇബറ, അവിടുന്ന് ചിന്തിക്കാനുള്ള ഒരു വഴിയാണ്. ലിമൻ യഅ്തബിറു ബിഹാ, ഇത് പരിഗണിക്കുന്ന ആളുകൾക്ക്. വേണോന്ന് വിചാരിച്ച് ഇതിനോട് സമീപിക്കുന്ന ആളുകളുണ്ടോ? എന്നവർക്ക് നന്നാവാ. ഇതെങ്ങനെയെങ്കിലും ടൈം പാസിന് എന്തായാലും 2 മണിക്കൂർ റമദാൻ മാസത്തിൽ വെച്ചെന്നിരിക്കുകയല്ലേ, പോട്ടെന്ന് വിചാരിച്ച് പോയതാണെങ്കിൽ മഅസ്സലാമ, ഒരു കാര്യമില്ല. അതേ സമയത്ത് നന്നാകണം, ഖുർആനിന്റെ പാഠം ഉൾക്കൊള്ളണം, എന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ആളാണോ? ഇന്ന ഫീ ദാലിക ലദിക്റാ, നിങ്ങൾക്കിത് മതിയാണ്, കൂടുതലൊന്നും വേണ്ട. ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖാ സമഅ വഹുവ ശഹീദ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞേക്കാം. നിങ്ങൾ വിചാരിക്കും, ഈ കോടാനുകോടി ജനങ്ങളെ ഒരൊറ്റ ദിവസത്തിൽ മാലിക് യൗമിദ്ദീൻ എന്നൊരു ദിവസത്തിൽ അന്നൊന്നും വിചാരണ ചെയ്ത് തീരൂലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ നിൽക്കാം വെയിറ്റിംഗ് ലിസ്റ്റിൽ. അങ്ങനെ വിചാരിക്കണ്ട. എന്തേ കാരണം? لقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب. ഈ കാണുന്ന ആകാശഭൂമികളെയും മണ്ഡലങ്ങളെയും ഗോളങ്ങളെയും ഋതുക്കളെയും മലകളെയും കൊടുമുടികളെയും എല്ലാത്തിനെയും പടയ്ക്കാൻ 6 ദിവസമേ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അത് തന്നെ ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടി പഠിപ്പിച്ചതാണ്. അത്രേ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. വമാ മസ്സനാ മിൻ ലുഗൂബ്, നമ്മൾ അതുകൊണ്ട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പരമാധികാരത്തിന് യാതൊരു കുറവുമില്ല. നിങ്ങളെ നമ്മൾ ചോദിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചോദ്യം ചെയ്യാൻ ചില ജൂതന്മാർ വന്നു. അതാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നു, പല കാര്യങ്ങളും ചോദിച്ചു ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞു, എന്താണെന്നറിയോ? ഇമാം ഹാക്കിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അത്തത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅലതുഹു അൻ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനപ്പെടുത്തിക്കൊണ്ടിറങ്ങിയ ആയത്തുകളാണ്. എന്നിട്ട് നബി തങ്ങളോട് പറയാ, فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب. ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. ഫസ്ബിർ, ഓ നബിയെ ക്ഷമിക്കണം. അലാ മാ യഖൂലൂൻ, വിമർശകന്മാരും വിരോധമുള്ളവരും പറയുന്നതിൽ നിന്ന് ക്ഷമിക്കണം നബിയെ. എന്നിട്ട് പറയാ, വസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹുകൾ ചൊല്ലണം. അതുപോലെ തന്നെ നിസ്കരിക്കണം, ഇബാദത്ത് ചെയ്യണം. ഖബല തുലൂഇ ശംസി, സൂര്യോദയത്തിന് മുമ്പ്.
അവിടുന്ന് ആരാധന നിർവഹിക്കണം. വഖബലൽ ഖുറൂബ്, ഖബലൽ ഖുറൂബ്, അസ്തമാനത്തിന് മുമ്പും ഉദയത്തിന് മുമ്പും, അങ്ങനെ ഉദയാസ്തമാനങ്ങളുടെ ഇടയിലായി 5 നേരത്തെ ആരാധന നിർവഹിക്കണം. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഅദ്ബാറ അസ്സുജൂദ്, രാത്രിയിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സുജൂദുകൾക്ക് ശേഷവും. ഇവിടെ മഹാന്മാർ പറയുന്നു, വസബ്ബിഹ ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിന് മുമ്പ് നിസ്കരിക്കണം, യഅനി സുബ്ഹി നിസ്കാരമാണ്. വഖബ്ലൽ ഖുറൂബി, അസ്തമാനത്തിന് മുമ്പ്, അത് ദുഹറും അസ്റുമാണ്. വമിനൽ ലൈലി, രാത്രിയിൽ നിന്ന്, അത് മഗ്രിബും ഇശായുമാണ്. അങ്ങനെ 5 നേരത്തെ നിസ്കാരങ്ങൾ അവിടെ നിർവഹിക്കണം. ഫസബ്ബിഹു, എന്നിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലണം. വഅദ്ബാറ അസ്സുജൂദ്, നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തായ ദിക്റുകളും സുന്നത്തായ നിസ്കാരങ്ങളും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ ആരാധനകളുമായി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പറയാ, അങ്ങനെ പാലിച്ചിട്ട് നിഷ്ഠയുള്ള ജീവിതം ജീവിതത്തിലേക്ക് പോകണം. വസ്തമിഉ യൗമ യുനാദി മുനാദി മിൻ മകാനിൻ ഖരീബ്, അതാ അതിവിദൂര സ്ഥലത്തുനിന്നല്ലാതെ വിളിക്കുന്ന നാളെ നിങ്ങൾ കേൾക്കണം. അഥവാ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. ثم يسمعون الصيحة بالحق ذلك يوم الخروج, പിന്നെ നിങ്ങൾ അട്ടഹാസം കേൾക്കും. അഥവാ ലോകത്തിന്റെ പര്യവസാനത്തിന്റെ പടഹധ്വനി, ലോകാവസാനത്തിന്റെ ധ്വനി നിങ്ങളിലേക്ക് ഉയരും. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരലോകത്തിലേക്ക് നിങ്ങളുടെ ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്നതിന് മുമ്പ് പരിശുദ്ധമായ ജീവിതം നയിച്ച് നിങ്ങൾ മഹനീയമായ സ്വർഗത്തിന്റെ അവകാശികളായി മാറാൻ നിങ്ങൾ ശ്രമിക്കണം. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. എന്നിട്ട് പറയാണ്, ഇന്നാ നഹ്നു നുഹ്യീ വനുമീതു വഇലൈനൽ മസീർ, നമ്മളാണ് ജീവിപ്പിക്കുന്നത്, നമ്മളാണ് മരിപ്പിക്കുന്നതും, നമ്മളിലേക്കാണ് മടങ്ങുന്നതും. നിങ്ങളുടെ എല്ലാവരുടെയും തുടക്കവും ഒടുക്കവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും നമ്മളാണ് പടച്ചത്. അതുകൊണ്ട് നമ്മളാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ, ആര് മരിക്കണമെന്ന കൃത്യമായ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ നിങ്ങളുടെയൊക്കെ മൊബൈലേ അതിന് ഡേറ്റ് നിശ്ചയിച്ചിട്ട് നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ടാവും. ദുനിയാവിലെ കമ്പനിക്കാരൻ ആ ഡേറ്റിന്റെ അന്ന് ആ 24 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഔട്ട് ഗോയിങ് കോൾ കട്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ഇൻകമിങ് കട്ട് ചെയ്തു. അവന്റെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇത്ര നമ്പർ മൊബൈൽ കസ്റ്റമറുടെ എക്സ്പയറി ഡേറ്റ് ഇന്ന ദിവസമാണ്. കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെച്ചേക്കുക. അംബാനി ഒന്നും വരേണ്ട ആവശ്യമില്ല. അംബാനിയുടെ LD ക്ലർക്ക് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാ, കമ്പ്യൂട്ടറിൽ കയറ്റി വെച്ചതാണ്. ഇത്ര നമ്പർ മൊബൈൽ കസ്റ്റമറുടെ ഡേറ്റ് ഇന്ന ദിവസം എക്സ്പയർ ആകും. അങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് മൊബൈൽ കസ്റ്റമേഴ്സിന്റെ ഡേറ്റുകൾ, അതുപോലെ തന്നെ റീചാർജ് കൂപ്പണിന്റെ കോഡുകൾ, ഇതെല്ലാം ഇന്നത്തെ ഈ കൊച്ചു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുക ദുനിയാവിൽ മനുഷ്യന്മാര്. ഇനി ബില്ലടയ്ക്കുന്ന ആളാണെങ്കിലോ ഫൈനോടുകൂടിയുള്ള ഡേറ്റ്, കട്ടാക്കുന്ന ഡേറ്റ്, പിന്നെ വേണ്ടാന്ന് വെക്കുന്ന ഡേറ്റ്, ഫൈൻ അടിക്കുന്ന ഡേറ്റ്, ഇതെല്ലാം കമ്പ്യൂട്ടറിൽ വെച്ചിരിക്കുക. അപ്പൊ മെസ്സേജ് ടൈം അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ മെസ്സേജ് വന്നു, മര്യാദയ്ക്ക് ബില്ലടച്ചോളണം. രണ്ടാമത് വന്നു, 2 ദിവസം കൂടെ ഉള്ളൂ. പിന്നെ വന്നു ഔട്ട് ഗോയിങ് കോൾ കട്ട്. തൽക്കാലം നിങ്ങളെ പുറം ലോകത്തോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുന്ന നിങ്ങൾ 5-6 ദിവസം കഴിഞ്ഞാൽ തടയും. അതിനുമുമ്പ് വേണമെങ്കിൽ പൈസ അടച്ചോളണം. അപ്പോൾ ആ നിലയിൽ ദുനിയാവിലെ മൊബൈൽ കസ്റ്റമേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ കമ്പനികൾക്കും മൊബൈലിലേക്കും കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ മുഴുവനും പറഞ്ഞേച്ച ഇന്നാ ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളെ നമ്മുടെ കമ്പനിയിൽപ്പെട്ട കസ്റ്റമറാണ്. നിങ്ങളുടെ കൽവിലുള്ള ചലനങ്ങൾ നമുക്കറിയാം.
അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ചലനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ ഇവിടെ നമ്മുടെ കയ്യിൽ സംവിധാനമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ട് പറയുകയാണ്, ഇന്നാ നഹ്നു നുഹ്യീ വ നുമീതു വ ഇലൈനൽ മസീർ. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും, നമ്മളിലേക്കാണ് എല്ലാ ആളുകളും മടങ്ങുന്നതും. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ ذلك حشر علينا يسير. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ള ഖബറിടങ്ങളിൽ നിന്ന്, മണ്ണറകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വരാൻ വൈകുന്നില്ല. ذلك حشر علينا يسير. പരകോടി അടിമകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് വിചാരണ ചെയ്യുന്നതിനോ ഉത്തരിക്കുന്നതിനോ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. നല്ല സംവിധാനമുള്ള എയർപോർട്ടുകളിൽ ചെന്നാൽ അവിടെ കൗണ്ടറുകൾ ഒരുപാടുണ്ടാകും, അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഒരുപാടുണ്ടാകും. അധികം ക്യൂ നിൽക്കേണ്ടതില്ല. അവിടെ ചെന്ന് നമ്മുടെ ലഗേജ് അങ്ങോട്ട് വെക്കുമ്പോഴേക്കത് പോയി, നമ്മുടെ ബോർഡിംഗ് പാസിംഗ് അടിച്ചു വന്നു. അതേ സമയത്ത് ചിലപ്പോൾ തിരുവനന്തപുരത്തോ നെടുമ്പാശ്ശേരിയിലോ ഒക്കെ ആണെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ക്യൂ നിൽക്കേണ്ടി വന്നേക്കാം. സംവിധാനം കുറവായതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ സാങ്കേതിക പ്രശ്നങ്ങളില്ല. ذلك حشر علينا يسير. ഇവിടെ വിചാരണയ്ക്ക് പ്രയാസമില്ല. ഖുർആൻ പറയുകയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂന വമാ അൻത അലൈഹിം ബിജബ്ബാർ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അതാ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്. അവര് പറയുന്നത് നമുക്കറിയാം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനോട് നിങ്ങൾ കൂടുതൽ ചിന്തിച്ചുകൊള്ളൂ, അതിന്റെ ആശയങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊള്ളൂ. نحن نعلم علما محيطا بما يقول لك المشركون من التكذيب فيما جئت به ومن إنكار البعث والتوحيد وما أنت عليهم بمسلط يجبرهم ويقصرهم عن الإيمان إنما أنت مبلغ. ഓ നബിയേ, അവിടത്തെ കുറിച്ച് അവർ പറയുന്ന അപരാധങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നബിയേ. ഇന്നമാ അലൈക്കൽ ബലാഗു വഅലൈനൽ ഹിസാബ്. നമ്മുടെ ദൗത്യം എത്തിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് തങ്ങൾക്ക്. വിചാരണ നടത്തേണ്ട ഡ്യൂട്ടി നമ്മുടെ മേലാണ്. അതുകൊണ്ട് അതിലൊന്നും ആകുലപ്പെടേണ്ടതില്ല. ഫദക്കിർ ബിൽ ഖുർആൻ. ഖുർആനിന്റെ ആശയങ്ങളെ ആലോചിച്ച് ജീവിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പ്രഥമ സംബോധന. فذكر أيها الرسول بهذا القرآن العظيم وبلغ أنت رسالة ربك. ഓ നബിയേ, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെയും ഖുർആനെയും ആലോചിക്കണം നബിയേ. അല്ലയോ മനുഷ്യരേ, അല്ലാഹുവിന്റെ താക്കീദിനെ ഭയക്കുന്ന ആളുകൾ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. താക്കീതുകളെ ഭയക്കുന്ന, നരകലോകത്തെ ഭയക്കുന്ന, ശിക്ഷയെ ഭയക്കുന്ന, പരലോക വിചാരണയെക്കുറിച്ച് വിചാരമുള്ള, പുനർജന്മത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ ചെന്ന് അവസാനിക്കുകയല്ല, പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നിശേഷമുള്ള നാശമല്ല, പുതിയ ലോകത്തേക്കുള്ള പ്രവേശനമാണ്. അത് സ്വർഗത്തിലേക്കാണ് വിശ്വാസികൾക്ക്, നരകത്തിലേക്കാണ് അവിശ്വാസികൾക്ക്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നീ ജീവിച്ചാൽ നമ്മളുടെ അടുക്കൽ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ.
അനന്തമായ അവസാനിക്കാത്ത സ്വർഗം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മുൻഗാമികൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. പരലോക ജീവിതത്തിന്റെ തുടക്കത്തിൽ അതാ ഖബറിലേക്ക് നമ്മൾ ചെന്നാൽ അവിടുത്തെ ലോകം നമ്മളെ വിട്ടുപിരിയുന്നില്ല. ഭൗതിക ലോകവുമായുള്ള മുഴുവൻ കമ്മ്യൂണിക്കേഷനും അവിടെ മുറിയാറില്ല. അതല്ലേ ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഹുസൈൻ حدثني يحيى بن بطام حدثني مسمع حدثني رجل من آل عاصم الجهدري رأيت عاصم الجهدري في منامي بعد موته بسنتين. ബഹുമാനപ്പെട്ട ആസിമുൽ ജഹദരി വഫാത്തായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു അലത്ത ഖദ് മിത്ത, എന്തേ നിങ്ങൾ മരിച്ചില്ലയോ? ബലാ, ഞാൻ മരിച്ചിട്ടുണ്ട്. ഫഅൈന അൻത, ഇപ്പോഴെവിടെയാണുള്ളത്? ഉടനെ മരണപ്പെട്ടുപോയ സാലിഹായ മനുഷ്യൻ പറയുകയാണ്, അന വല്ലാഹി ഫീ റൗദത്തിൻ മിൻ റിയാലിൽ ജന്ന, ഞങ്ങളെ സ്വർഗത്തിന്റെ ഒരു തോട്ടത്തിലാണുള്ളത്. അന വനഫറും മിൻ അസ്ഹാബി നജ്തമിഉ കുല്ല ലൈലത്തി ജുമുഅ, ഞാനും എന്റെ സഹചാരികളായ ഒരു പറ്റം ആളുകളും എല്ലാ ജുമയുടെ രാത്രിയിലും രാവിലെയും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഇലാ ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി, ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി എന്ന് പറയുന്ന മഹാത്മാവിനോടൊപ്പം ഞങ്ങൾ കൂടാറുണ്ട്. എന്നിട്ടോ ഞങ്ങളുടെ വാർത്തകൾ പരസ്പരം കൈമാറ്റം ചെയ്യാറുണ്ട്. ഉടനെ ചോദിക്കുകയാണ്, അജ്സാദുക്കും അംബി അർവാഹിക്കും, നിങ്ങളുടെ ശരീരങ്ങളാണോ ഒരുമിച്ച് കൂടാറുള്ളത്, ആത്മാക്കളാണോ? ഉടനെ പറയുകയാണ്, ഹൈഹാത്ത, എന്തൊരു ചോദ്യമാണ്, ശരീരങ്ങൾ നശിച്ചുപോയില്ലേ, ആത്മാക്കളാണല്ലോ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, ഫഹൽ തഅലമൂന ബിസിയാറത്തിനാ ഇയ്യാകും, നിങ്ങൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ സിയാറത്ത് ചെയ്യാമെന്നാൽ നിങ്ങൾ അറിയാറുണ്ടോ? അപ്പൊ ഖബറാളി പറയുകയാണ്, നഅലമു ബിഹാ അശിയത്തുൽ ജുമുഅ, ജുമുഅയുടെ രാവിൽ ഞങ്ങൾ പൂർണ്ണമായും അറിയാറുണ്ട്. വയൗമ സബ്തി ഇലാ തുലൂഇ ശംസി, സൂര്യോദയം വരെ ശനിയാഴ്ചയും അറിയാറുണ്ട്. ഫകൈഫ ദാലിക ദൂനൽ അയ്യാം, മറ്റു ദിവസങ്ങളിൽ അറിയാതെ വെള്ളിയാഴ്ച നിങ്ങൾ അറിയാനുള്ള കാരണം എന്താണ്? ഉടനെ ഖബറാളികൾ പറയുന്നു, ലിഫളിൽ യൗമിൽ ജുമുഅ വഅളമതിഹി, വെള്ളിയാഴ്ചക്ക് അല്ലാഹു തആല നൽകിയ മഹത്വം കൊണ്ടാണ് അന്ന് സന്ദർശിക്കുന്ന ആളുകളെ വെരിഫൈ ചെയ്യുന്നു. അല്ലാത്ത സമയത്തും സന്ദർശിക്കുന്നവരെ ഖബറാളികൾ അറിയാറുണ്ടെന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ഇബ്നു മാജ പഠിപ്പിക്കുന്ന ഹദീസ്, അത്തദ്കിറ ഫീ അഹ്വാലിൽ മൗതാ വൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ അതാ ഇമാമുൽ ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. അനവധി ഇമാമുകൾ പഠിപ്പിക്കുന്നു. അപ്പൊ വാപ്പാന്റെ ഖബറിന്റെ അടുക്കിലേക്ക് മക്കൾ ചെന്നാൽ, മക്കളുടെ ഖബറിന്റെ അടുക്കിലേക്ക് വാപ്പ ചെന്നാൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഖബറിന്റെ അടുക്കിലേക്ക് ചെന്നാൽ ഖബറാളികൾ അറിയുന്നു. വയസ്തഇനിസൂന ബിസിയാറത്തിഹിം, ബന്ധുക്കളുടെ സിയാറത്ത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് നേരം പോക്കാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ നമ്മുടെ ബന്ധുക്കളെ, മാതാപിതാക്കളെ, മരിച്ചുപോയവരെ സിയാറത്ത് ചെയ്യേണ്ട മാസമാണ്. വിശ്വാസികളെ വിട്ടുപോകണ്ട. ഈ ഗ്രന്ഥത്തിൽ തന്നെ കാണാം, എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മക്കളുണ്ട്. ആ മക്കൾ വരുമ്പോഴേക്ക് ഖബറാളികൾക്കും അയൽവാസികൾക്കും വലിയ സന്തോഷമാണ്. അപ്പൊ പറയാറുണ്ട്, ഓ പ്രിയപ്പെട്ട മോളെ, അല്ലെങ്കിൽ കൂട്ടുകാരി, നിന്റെ മോൻ ഇന്ന് സിയാറത്തിന് വരുമല്ലോ, ഖുർആൻ ഓതുമ്പോൾ നമുക്ക് നേരം പോക്കാണല്ലോ എന്ന ആത്മീയ ലോകത്ത് അരവാഹികൾ തമ്മിൽ ആത്മാക്കൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വാപ്പാനെ ഉമ്മാനെയൊക്കെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറമാടിയിട്ട് തിരിച്ചിങ്ങ് നടന്നാ പോരാ, കഴിവതും വെള്ളിയാഴ്ച ജുമയ്ക്ക് അവിടെ കൂടുന്നവർ ഒന്ന് സിയാറത്ത് ചെയ്തേക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ
നമ്മളൊന്ന് സിയാറത്ത് ചെയ്തേക്കണം. റമളാൻ മാസത്തിൽ എന്തായാലും ഒന്ന് സിയാറത്ത് ചെയ്യണം. 27 രാവ് വ്യാപകമായി സിയാറത്ത് നടക്കാറുണ്ട്. അത് മുൻകാലത്തെ നടന്നു വരുന്ന കാര്യമാണ്. അതുകൊണ്ടത് വിട്ടുപോകണ്ട. അതാ ഖബർ സന്ദർശിക്കുന്ന ആളുകളെ കൊണ്ട് ഖബറാളിക്ക് നേരം പോക്കാണ്. നീ നല്ല പുതുവസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിക്കാൻ പെരുന്നാളിന് പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പേരിൽ തക്ബീർ ചൊല്ലിയിട്ട് വാപ്പാന്റെ ഖബറിന്റെ അടുക്കിലേക്കൊന്ന് ചെന്നോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. പണ്ട് കയ്യിൽ പിടിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് കുട്ടിപ്രായത്തിൽ നിസ്കരിക്കാൻ അറിയാഞ്ഞപ്പോ പുടവയും ഇട്ട് വന്ന് അത്തരം തേച്ചിട്ട് സഫിൽ പിടിച്ചു നിർത്തിയ വാപ്പ ഖബറിലാണ്. ഞാനിന്ന് എന്റെ മോനെയും കയ്യിൽ പിടിച്ചിട്ടാ വന്നത്. നാളെ അവനെന്റെ ഖബറിന്റെ അടുക്കൽ വരണമെങ്കിൽ ഞാൻ പെരുന്നാൾ സദ്യക്ക് മുമ്പ് എന്റെ വാപ്പാന്റെ ഖബറൊന്ന് സന്ദർശിക്കട്ടെ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിൽ വന്നോട്ടെ. മോമിനീങ്ങളേത് സൽക്കർമ്മമാണ്. ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുന്നു. ഇന്ന് ആയത്ത് പറഞ്ഞിട്ട് അതിന്റെ ലളിതമായ ആശയം പറയാനേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ പറയാം. ഒരുപാട് കാലം അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും നല്ല നിലയിൽ പഠിച്ച് അതനുസരിച്ച് ജീവിച്ച് നല്ല നിലയിൽ ദഅവത്ത് നടത്താൻ അല്ലാഹു നമുക്കും നമ്മുടെ സഹപാഠികൾ, നേതൃത്വം നൽകുന്നവർ, സഹചാരികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ ദ്വാരക്കണം. സ്വാലിഹീങ്ങളായ ആളുകളുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് രക്ഷ കിട്ടാൻ. കാരണം എന്തേ? നമ്മുടെ മുൻഗാമികൾ എല്ലാത്തിനേക്കാളും ഈമാനിനെ വലുതായി കണ്ടവരാണ്. അതാ മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇന്ന് മഹദിയായ മുആദത്ത് ബിൻത് അബ്ദില്ലാ അൽ അദവിയ്യ അൽ ആബിദ അൽ ഖാനിത റളിയല്ലാഹു അൻഹാ മഹദിയെ കുറിച്ചുള്ള ചെറിയൊരു പരാമർശം പറയുകയാണ്. അവിടുന്ന് മഹദി പകൽ സമയമായാൽ പറയും, ഹാദാ യൗമി അല്ലദി അമൂതു ഫീഹി. ഇന്ന് ഞാൻ മരിക്കുന്ന ദിവസമാണ്. അപ്പൊ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഞാൻ ഇബാദത്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പകല് മുഴുവനും ഇബാദത്ത് എടുക്കുന്നു. വഇദാ ജാഅൽ ലൈലു, രാത്രിയായാലോ കാലത്ത് ഹാദിഹി ലൈലത്തി അല്ലതി അമൂതു ഫീഹാ, ഈ രാത്രി ഞാൻ മരിക്കുന്ന രാത്രിയാണ്, അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവനും നിസ്കരിക്കുന്നു. വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ, നീ പരലോകത്തിന് വേണ്ടി അമൽ ചെയ്യുമ്പോ നാളെ മരിക്കുമെന്ന നിലക്കാണ് നീ ചെയ്യേണ്ടത്. വഇദാ ജാഅൽ ബർദു, നല്ല കൊടും തണുപ്പുള്ള സമയമായാൽ ലബിസതി സിയാബർ റിഖാഖ്, നല്ല വലിയ കട്ടിയില്ലാത്ത വസ്ത്രം ധരിക്കും. ഹത്താ യംനഹ അൽ ബർദ മിനൻ നൗമി, അവിടുന്ന് തണുപ്പ് കഠിനമായി വന്നു കഴിഞ്ഞാൽ ഹത്താ യംനഹ അൽ ബർദ മിനൻ നൗമി, തണുപ്പ് കഠിനമായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ലല്ലോ. അതുകൊണ്ട് തണുപ്പിന്റെ സമയത്ത് കമ്പിളി ധരിക്കേണ്ടതിന് പകരം നൈസ് വസ്ത്രം ധരിച്ചിട്ട് അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് മഹദി അവർകൾ ജീവിതം മുഴുവനും ഇബാദത്തെടുത്തു. അവസാനമോ അതാ ഒരു ദിവസം 100 കണക്കിന് ദിവസം ദിനരാത്രങ്ങൾ ഇബാദത്ത് കൊണ്ട് ജോലിയായി. കകാനത്ത് സല്ലി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ, ഓരോ ദിവസവും അവിടുന്ന് രാപ്പകലുകളിൽ അവിടുന്ന് 600 റക്അത്ത് നിസ്കരിക്കുന്നു. അതിനനുസൃതമായി ഖുർആൻ പാരായണം ചെയ്യുന്നു. കണ്ണിലേക്ക് ഉറക്കം വരുന്നില്ല. നരകത്തിലെ അന്ധതയും അന്ധകാരവും പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വൈലത്ത് ബിൻ അശിയം എന്ന് പറയുന്ന മഹദിയുടെ ഭർത്താവ് അവിടുന്ന് യുദ്ധക്കളത്തിലേക്ക് പോകുന്നു. പോകാനിറങ്ങിയപ്പോൾ മഹാനായ ആത്മീയ ഗുരുവായ സ്വൈലത്ത് ബിൻ അശിയമിനോട് പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, പെട്ടെന്ന് പോയിക്കോ, നിങ്ങളൊന്ന് ഷഹീദായിട്ട് എനിക്ക് ആഖിറത്തിലേക്ക് പ്രതിഫലം കാത്തിരിക്കാനാണ്. അങ്ങനെയതാ മഹദിയുടെ ഭർത്താവ് പടക്കളത്തിൽ മരിച്ചു വീഴുന്നു. ഫജ്തമഅത്തിൻ നിസാ, അപ്പോൾ അവിടെയുള്ള സഹോദരിമാരെല്ലാം ഒരുമിച്ചുകൂടി. ഫഖാമത്ത് ഇംറഅതു മുആദത്തുൽ അദവിയ്യ,
എല്ലാ പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ മഹദി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, മർഹബൻ ഇൻ കുന്തുന്ന, നിങ്ങൾ വന്നതിൽ എനിക്ക് സ്വാഗതമേ ഉള്ളൂ. അതേ സമയത്തോ നിങ്ങൾ എനിക്ക് മംഗളാശംസ അറിയിക്കാൻ വന്നതാണെങ്കിൽ മർഹബൻ ബിക്കും, നിങ്ങളോട് എനിക്ക് സന്തോഷമാണ്. വഇൻ കുന്തുന്ന ജിഅ്തന ലിഗൈരി ദാലിക ഫർജിഅനാ, നിങ്ങൾ എന്നോട് ശോകമൂകമായി നിങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കാൻ വന്നതാണോ, എന്നാൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. നിങ്ങളെ മംഗളാശംസ അറിയിക്കാൻ വന്നതാണോ, എന്നാൽ നിങ്ങൾ അറിയിച്ചിട്ട് സന്തോഷത്തോടെ ഇടപെട്ടോ. എന്റെ ഭർത്താവ് പടക്കളത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായതിൽ എനിക്ക് ദുഃഖമില്ല. വഖദ് താറ ഇലൽ ജന്ന വസാറ ഇലൽ ഫിർദൗസ്, ഫിർദൗസിലേക്ക് പോയതാണ്, സ്വർഗത്തിലേക്ക് പറന്നതാണ്, എനിക്ക് പരാതിയില്ല. വലമ്മ ഹതമറഹ അൽ മൗതു, മഹദി അവർക്ക് മരണമാസന്നമായപ്പോൾ ബക്കത്ത് സുമ്മ ലഹിക്കത്ത്, കരഞ്ഞു പിന്നെ ചിരിച്ചു. ഫഖീല ലഹാ ബകൈതി സുമ്മ ലഹിക്തി, എന്തേ ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ ചിരിക്കുന്നത്? ഫമിമ്മൽ ബുകാഉ വമിമ്മൽ ലഹ്കു, എന്തിനാണ് കരഞ്ഞത്, എന്തിനാണ് ചിരിച്ചത്? ഉടനെ മഹദി പറഞ്ഞ മറുപടി കേട്ടോ ഉമ്മമാരെ, സഹോദരിമാരെ, മനസ്സിലാക്കിക്കോ. അമ്മൽ ബുകാഉ അല്ലദീ റഅയ്തും ഫഇന്നീ ദകർതു മുഫാറഖത സിയാമി വസ്സലാത്തി വദിക്രി ഫകാനൽ ബുകാഉ ലിദാലിക, ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇന്നങ്ങ് മരിച്ചുപോയാൽ നാളെ മുതൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, നോമ്പെടുക്കാൻ പറ്റൂലല്ലോ, ഇബാദത്തിന്റെ രുചി ആസ്വദിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. വഅമ്മല്ലദീ റഅയ്തും മിൻ തബസ്സുമി വലഹ്കി, ഞാൻ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും നിങ്ങൾ കണ്ടത് ഫഇന്നീ നമർതു ഇലാ അബിസ്വഹബാ, ഞാൻ എന്റെ ഭർത്താവിനെ കണ്ടു. ഖദ് അഖബല ഫീ സഹനിദ്ദാരി അലൈഹി ഹുല്ലതാനി ഖമറാവാനി വഹുവ ഫീ നഫരിൻ വല്ലാഹി മാ റഅയ്തു ലഹും ഫിദ്ദുനിയാ ശുബ്ഹാ ഫലഹൈതു ഇലൈഹി, എന്നെ സ്വീകരിക്കാൻ എന്റെ വീട്ടിന്റെ മുറ്റത്ത് എന്റെ ഭർത്താവ് അടങ്ങുന്ന സജ്ജനങ്ങളുടെ ഒരു സംഘം ഒന്നാകെ വന്നു. അങ്ങനെ വന്നിട്ടോ നല്ല മനോഹരമായ പട്ടുവസ്ത്രം ധരിച്ച് എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് എന്നെ സ്വീകരിക്കാൻ വന്നു. അത് കണ്ടപ്പോഴോ അവർക്ക് സമാനരായി ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, അവരെ പോലെ നല്ലവരെ ഞാൻ ദർശിച്ചിട്ടില്ല. അത് കണ്ടപ്പോ സന്തോഷം കൊണ്ട് ചിരിച്ചതാണ് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹദി ആ സംസാരത്തിന് ശേഷം നിസ്കാരത്തിന്റെ ഒരു സമയവും അവിടുന്ന് കടന്നിട്ടില്ല. നിസ്കാരത്തിന്റെ സമയം കടന്നാൽ ചിലപ്പോൾ മരണത്തിന്റെ ഇടയിൽ ഖളാ ആകാനിടയുണ്ട്. മഹദിയുടെ ദുആഇന്റെ കാരണമായി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് മാരകമായ രോഗം മൂർച്ഛിച്ച് അടുത്ത നിസ്കാരത്തിന്റെ സമയത്തിന് മുമ്പ് ഫമാതത ഖബല യദ്ഖുല വഖ്തുസ്സലാ, നിസ്കാരത്തിന്റെ സമയം ആസന്നമാകുന്നതിന് മുമ്പ് വഫാത്തായി പോയി. അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിമതികൾ. 50 കൊല്ലത്തെ ജീവിതം കൊണ്ട് 50,000 കൊല്ലത്തെ സ്വർഗം വാങ്ങിയവരാണ്. ബുദ്ധിയില്ലാത്തവരോ 100 കൊല്ലത്തെ ജീവിതം അടിച്ചു തൊലച്ചിട്ട് 10,000 കോടി കൊല്ലത്തെ നരകം വാങ്ങുന്നവർ ബുദ്ധിശൂന്യരാണ്. منه بآجله يبله الغبن في بيع وفي سلم, താൽക്കാലിക ജീവിതം കൊടുത്ത് സ്വർഗം വാങ്ങുന്നവൻ ബുദ്ധിമാനായ ഇടപാടുകാരനാണ്. ആഖിറമാകുന്ന നിലനിൽക്കുന്ന ജീവിതം കൊടുത്തിട്ട് ദുനിയാവ് വാങ്ങുന്നവൻ ഇടപാടിൽ വഞ്ചിക്കപ്പെട്ടവനാണ് എന്ന് ബൂസൂരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ല ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടുത്തി തരട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ.